ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന ദിവസമായ 2026 മാർച്ച് 23 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസമായ 2026 മാർച്ച് 23 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. 18 വയസ്സ് പൂർത്തിയാകുന്ന ആർക്കും രജിസ്റ്റർ ചെയ്യാം. voters.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയോ ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ. വെബ്സൈറ്റിലെ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ലിങ്കിൽ പ്രവേശിച്ച് ഫോം പൂരിപ്പിക്കണം. കേരളത്തിൽ താമസിക്കുന്നവർ ഫോം 6, പ്രവാസികൾ ഫോം 6A എന്നിവയാണ് പൂരിപ്പിക്കേണ്ടത്. BLOമാരെ ബന്ധപ്പെട്ടാലും സഹായം ലഭിക്കും. കൂടാതെ ബൂത്ത് മാറാനും താമസസ്ഥലം മാറ്റാനും ഫോം 8 ഉപയോഗിക്കാം. അപേക്ഷയോടൊപ്പം കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സ്, വിലാസം തെളിയിക്കുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യണം. അടുത്ത ബന്ധുവിന്റെ തിരിച്ചറിയൽ കാർഡ് നമ്പരും മൊബൈൽ നമ്പരും വേണം. BLOമാർ നേരിട്ടെത്തി പരിശോധിച്ചാണ് പേര് ഉൾപ്പെടുത്തുക. ഇതുവരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ 2,71,18,838 വോട്ടർമാരുണ്ട്. ഇതിൽ 4.24 ലക്ഷം പുതിയ വോട്ടർമാരാണ്. 100 വയസ്സിന് മുകളിൽ 1,571 വോട്ടർമാരുണ്ടെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ സ്വകാര്യ IT പാർക്കുകളെ സർക്കാർ IT പാർക്കുകളുമായി ബന്ധിപ്പിക്കാൻ അനുമതി. ഇത് സംസ്ഥാനത്തെ IT മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ സ്വകാര്യ IT പാർക്കുകളെയും ഡിജിറ്റൽ കമ്പനികളെയും സർക്കാർ IT പാർക്കുകളുമായി അഫിലിയേറ്റ് ചെയ്യാനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. സർക്കാർ IT ഹബ്ബുകൾക്ക് പുറത്തു പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം IT സംരംഭങ്ങളെയും കോവർക്കിംഗ് സ്പേസുകളെയും ഔദ്യോഗിക കേരള IT ശൃംഖലയുടെ ഭാഗമാക്കും. തിരുവനന്തപുരം ടെക്നോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്ക്, കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവയുടെ CEOമാർക്കായിരിക്കും പദ്ധതിയുടെ ചുമതല. അഫിലിയേഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ IT പാർക്കുകളുടെ ഔദ്യോഗിക ലോഗോ ഉപയോഗിക്കാനും IT പാർക്ക് പോർട്ടൽ വഴി തൊഴിലവസരങ്ങൾ അറിയിക്കാനുമാകും. അഫിലിയേറ്റ് ചെയ്യുന്നവയ്ക്ക് മെന്റർഷിപ്പ്, പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള സാമ്പത്തിക സഹായം, ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്നിവ ലഭ്യമാകും. സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് വിലയിരുത്തി ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എന്നിങ്ങനെ തരംതിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രത്യേക ആനുകൂല്യങ്ങൾ നിശ്ചയിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കൊടും ചൂടിന് ആശ്വാസമായി വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ചില തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാർച്ച് 16 മുതൽ 18 വരെ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പല ജില്ലകളിലും വൈകുന്നേരത്തോടെ ഇടിയോടുകൂടിയ മഴ ലഭിച്ചിരുന്നു. പകൽ സമയത്ത് ചൂടും മൂടിയ അന്തരീക്ഷവും അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് ചില സ്ഥലങ്ങളിൽ മഴ പെയ്തത്. മാർച്ച് 19 തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ 9 ജില്ലകളിലും മാർച്ച് 20 തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ 5 ജില്ലകളിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെയും കൊല്ലം തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെയും 0.8 മുതൽ 1 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്തും 1.2 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിൽ ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.